Hello my dear students, welcome to the new video of our YouTube channel Lesson Sport. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ കോമ്പിനേഷൻ റിയാക്ഷൻ എന്താണ് എന്ന് പറയുന്നതിന് മുമ്പേ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മെയിനായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിന് ജസ്റ്റ് പേര് മാത്രം തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ എന്താണ്, ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ എക്സാമ്പിൾസ് എന്താണ്, റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്താണെന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കേണ്ട ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കോമ്പിനേഷൻ റിയാക്ഷൻ, അത് നമ്മൾ ഇന്ന് പഠിക്കും. ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ. ബാക്കി പറഞ്ഞ എല്ലാ റിയാക്ഷൻസും ഓരോരോ പാർട്ടായിട്ട് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി അറിയിക്കുക. എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ആ ഒരു ഡൗട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കോമ്പിനേഷൻ റിയാക്ഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ കോമ്പിനേഷൻ റിയാക്ഷൻ ആ ഒരു പേരിൽ തന്നെയുണ്ട് അല്ലേ, കമ്പൈൻ, കോമ്പിനേഷൻ അല്ലേ. കോമ്പിനേഷൻ എന്ന് വെച്ചാൽ എന്താ, രണ്ടോ അതിൽ കൂടുതലോ സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്യുക അല്ലേ. കമ്പൈൻ ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് ഒരു സിംഗിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് കിട്ടും അല്ലേ. അതുതന്നെയാണ് എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നതും. അപ്പോൾ കോമ്പിനേഷൻ റിയാക്ഷനിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഓർ മോർ, രണ്ടോ അതിൽ കൂടുതലോ റിയാക്റ്റൻസ് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്, ഒരു സിംഗിൾ പ്രൊഡക്റ്റ് മാത്രം കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ടു ഓർ മോർ റിയാക്റ്റൻസ് നമ്മൾ എടുത്തു. ആസ് എ റിസൾട്ട് ഓഫ് റിയാക്ഷൻ എന്ത് കിട്ടി, നമുക്ക് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് കിട്ടി. അതായത് ടു ഓർ മോർ റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് കിട്ടുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് എന്ത്, റിയാക്ഷൻ ഓഫ് ക്യുക്ലൈം വിത്ത് വാട്ടർ എന്ന് പറയുന്ന ആക്ടിവിറ്റി. അപ്പോൾ ക്യുക്ലൈം എന്ന് വെച്ചാൽ അതൊരു കോമൺ നെയിമാണ്. കെമിക്കലി ക്യുക്ലൈം എന്താണെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് MCQ ആണ്. അപ്പോൾ കെമിക്കലി ക്യുക്ലൈം എന്ന് വെച്ചാൽ കാൽഷ്യം ഓക്സൈഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്യുക്ലൈം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്യുക്ലൈം എന്ത് ചെയ്തു, വാട്ടറിൻ്റെ ഒപ്പം റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലാണ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, ഒരു ബീക്കർ എടുക്കുന്ന, ആ ബീക്കറിലേക്ക് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ ഈ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു പൗഡേർഡ് ഫോമിലാണ് കാൽഷ്യം ഓക്സൈഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിയാക്ഷൻ, അതായത് കാൽഷ്യം ഓക്സൈഡും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് വെരി ഫാസ്റ്റ് റിയാക്ഷൻ ആണ്. അതേ പോയിന്റ് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ്, റിയാക്ഷൻ ഓഫ് ക്യുക്ലൈം വിത്ത് വാട്ടർ ഇസ് എ വിഗറസ് റിയാക്ഷൻ. വിഗറസ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഫാസ്റ്റ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടും, സ്ലേക്കഡ് ലൈം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കിട്ടും. സ്ലേക്കഡ് ലൈമും എന്താണ്, അതൊരു കോമൺ നെയിമാണ്. കെമിക്കൽ നെയിം എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. കെമിക്കൽ നെയിം ഓഫ് സ്ലേക്കഡ് ലൈം എന്താണ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അതായത് CaOH2, കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ലേക്കഡ് ലൈം എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ദിസ് റിയാക്ഷൻ ഈസ് ഗോയിങ് ഓൺ, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ പുറമേ ഹീറ്റ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും ആഫ്റ്റർ ദ റിയാക്ഷൻ എന്ത് ലിബറേറ്റ് ചെയ്തു, ഹീറ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഹീറ്റ് ഈസ് റിലീസ്ഡ് ഡ്യൂറിങ് ദിസ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ കാൽഷ്യം ഓക്സൈഡ് വാട്ടറിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഒന്നിച്ച് എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ഹീറ്റ് ഈസ് ഓൾസോ റിലീസ്ഡ് ഓർ ഹീറ്റ് ഈസ് ഓൾസോ ഇവോൾവ്ഡ് ഡ്യൂറിങ് ദിസ് റിയാക്ഷൻ. ഇതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ആക്ടിവിറ്റി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ആക്ടിവിറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. എന്താണ്, നമ്മൾ പുതിയൊരു വീടൊക്കെ എടുക്കുമ്പം
വൈറ്റ് വാഷ് ചെയ്യും അല്ലേ. വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ആയിട്ടുള്ള ഒരു പൗഡർ നമ്മളെടുക്കും, വൈറ്റ് കളേർഡ് പൗഡർ എടുക്കും, അത് വാട്ടറിൽ മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് ആ ഒരു പേസ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൈറ്റ് വാഷിങ്ങിൽ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, വൈറ്റ് വാഷിങ്ങിൽ നമ്മളെടുക്കുന്ന കെമിക്കൽ എന്താണ്, അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സൊല്യൂഷൻ ഓഫ് സ്ലേക്കഡ് ലൈമിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ വൈറ്റ് വാഷ് ചെയ്തു ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എന്താണ്, വോളൊക്കെ നല്ല ഷൈനിങ് അപ്പിയറൻസ് അല്ലേ, ഗ്ലിറ്ററി അപ്പിയറൻസ് ഉണ്ടാവും അല്ലേ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഗ്ലിറ്ററി അപ്പിയറൻസ് ഉണ്ടാവുന്നത്, അതും എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ്. അപ്പം നടക്കുന്ന കെമിക്കൽ റിയാക്ഷനാണ് ഇവിടെ തന്നത്. അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ വൈറ്റ് വാഷ് ചെയ്യാൻ വോളിൽ യൂസ് ചെയ്ത കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യും, സ്ലോലി നമ്മളെ എയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുകയും ചെയ്യും. ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്, ഒരു തിൻ ലെയർ ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഈ ഒരു കാൽഷ്യം കാർബണേറ്റ് ഓർ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ദിസ് കാൽഷ്യം കാർബണേറ്റ് അവർ വോൾ വിൽ ബി ഹാവിങ് എ ഷൈനിങ് അപ്പിയറൻസ്. മനസ്സിലായോ? അപ്പോൾ എന്ത് സംഭവിച്ചു ഇവിടെ, ആദ്യം നമ്മൾ ഫസ്റ്റ് റിയാക്ഷൻ എന്താ ഡിസ്കസ് ചെയ്ത്, കാൽഷ്യം ഓക്സൈഡ് പൗഡർ എടുത്തു, അത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തു, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടി. ആ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്നു. വൈറ്റ് വാഷിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യും. ആ കാൽഷ്യം കാർബണേറ്റ് ആണ് നമ്മളെ വോളിന് ഒരു ഷൈനിങ് അപ്പിയറൻസ് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഇതും എന്താണ്, ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് സ്ലൈഡ്. എക്സോതെർമിക് റിയാക്ഷൻ. ഓക്കെ, എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ? അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കണം. റിയാക്ഷൻ ഓഫ് ക്യുക്ലൈം വിത്ത് വാട്ടർ. അതിൽ നമ്മളൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ക്യുക്ലൈമും വാട്ടറും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കെമിക്കൽ റിയാക്ഷനാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സോതെർമിക് റിയാക്ഷൻ. അതായത് a reaction in which heat is released along with the formation of product. പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതിന് കൂടെ വാട്ട് ഈസ് ഓൾസോ റിലീസ്ഡ്, ഹീറ്റ് ഈസ് ഓൾസോ റിലീസ്ഡ്. ഓക്കെ, അപ്പോൾ ഇത് ഡൗട്ടില്ലാണ്ട് ഈസി ആയിട്ട് മനസ്സിലാക്കി വെക്കാൻ എക്സോ മാത്രം ഓർത്താൽ മതി. ഓക്കെ, എക്സോ എന്തിനാ റിലേറ്റ് ചെയ്യുക, എക്സിറ്റ് എന്ന് വെച്ചാൽ എന്താ, ടു ഗോ ഔട്ട് അല്ലേ. അപ്പോൾ എക്സോതെർമിക് എന്ന് വെച്ചാൽ ടു റിലീസ് ഹീറ്റ്. ഓക്കെ, ഹീറ്റിന് റിലീസ് ചെയ്യുന്ന റിയാക്ഷനാണ് എന്ത് എന്ന് പറയുന്നത്, എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക്കിൻ്റെ ഒരു റിയാക്ഷനാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. എന്താണ്, കാൽഷ്യം ഓക്സൈഡും വാട്ടറും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. അതിൻ്റെ കൂടെ എന്താണ്, പ്ലസ് ഹീറ്റ് ഈസ് ഓൾസോ റിലീസ്ഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷന് എന്ത് ചെയ്യുന്നത്, സ്പെസിഫൈ ചെയ്യുന്നത്. പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ വി വിൽ ഓൾവേസ് പുട്ട് ഹീറ്റ്. ഓക്കെ, എക്സോതെർമിക് റിയാക്ഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പിക്ചറിൽ. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് വാട്ടറും ആസിഡും, അതായത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡും വാട്ടറും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. റെസ്റ്റിംഗ് ഓഫ് അയൺ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതേപോലെ വാട്ടർ ഫ്രീസ് ചെയ്യുന്ന സമയത്ത്, ന്യൂക്ലിയർ ഫിഷൻ്റെ റിയാക്ഷൻസിൽ എവിടെയൊക്കെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതിൻ്റെ ഒപ്പരം റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള റിയാക്ഷൻസിന് നമുക്ക് എന്താ വിളിക്കാം, എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് വിളിക്കാം. റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് ഈസ് ലിബറേറ്റഡ്, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ എന്നുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, എപ്പോഴും എക്സാമിന് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസ് സെല്ലുലാർ റെസ്പിറേഷൻ ആൻ എക്സോതെർമിക് റിയാക്ഷൻ ഓർ എൻഡോതെർമിക് റിയാക്ഷൻ? അപ്പോൾ കൺഫ്യൂസ്ഡ് ആയില്ലേ, എന്താ ഈ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വെച്ചാൽ? അപ്പോൾ എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വെച്ചാൽ? ഹീറ്റിനെ റിലീസ് ചെയ്യുന്ന റിയാക്ഷൻ ആണെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസ്. ഓക്കെ ആണല്ലേ, എൻഡോ കോറിലേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എൻഡോതെർമിക് എന്ന് വെച്ചാൽ a reaction in which heat is absorbed. ഹീറ്റ് അബ്സോർബ് ചെയ്ത് നടക്കുന്ന റിയാക്ഷനെയാണ് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന റെസ്പിറേഷൻ പ്രോസസ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ അടങ്ങിയ ഫുഡ് കഴിക്കുന്നുണ്ട്. ആ ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് മാറും അല്ലേ. ആ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? നമ്മൾ ഓരോ സെൽസിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെനെവർ വി നീഡ് എനർജി, നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസും അതേപോലുള്ള അതർ ന്യൂട്രിയൻസ് വിൽ ബി ബ്രേക്കിംഗ് ഡൗൺ. ഓക്കെ, ആ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? along with that heat will also produced as a byproduct. ഹീറ്റ് അല്ലെങ്കിൽ എനർജി ഇൻ ദ ഫോം ഓഫ് ATP പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? എനർജി അല്ലെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സോതെർമിക് പ്രോസസ്സാണ്. സെല്ലുലാർ റെസ്പിറേഷൻ ഇസ് എൻ എക്സോതെർമിക് പ്രോസസ്സ്. അപ്പോൾ ഗ്ലൂക്കോസ് C6H12O6 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ഗ്ലൂക്കോസ് നമ്മൾ ഓക്സിജൻ്റെ കൂടെ റിയാക്ട് ചെയ്യും. അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി ഈസ് റിലീസ്ഡ്. സോ എക്സോതെർമിക് റിയാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു so much everyone.